السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. الحمد لله. നമ്മൾ മിഡ് ടേം എക്സാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇൻഷാല്ലാ. പാർട്ട് 1 ആണ്. നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇട്ടത്. അപ്പോൾ ആദ്യം പാർട്ട് 1 നോക്കാം. പാർട്ട് 1 മാഷാല്ലാ എല്ലാവരും ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ആൻസേഴ്സ് നോക്കാം. അൻത ഫി ഫസ്ലിൻ വ മുഹമ്മദുൻ ഫിൽ ബൈത്തിൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലേ. അൽ ബൈത്തിൻ അതിനകത്തുള്ള മിസ്റ്റേക്കാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾക്ക് എന്താണ് മാരിഫയും നെക്കിറയും കൂടെ അല്ലും തൻവീനും കൂടെ ഒന്നിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അൽ ബൈത്തിൻ ഫിൽ ബൈത്തിൻ തന്നെയാണ് അതിനകത്തുള്ള തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡെഫിനിറ്റ് അല്ലെങ്കിൽ മാരിഫ ആയ വാക്ക് തിരഞ്ഞെടുക്കുക. കുറച്ച് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് ഇത്. പിന്നെ എനിക്ക് തോന്നുന്നു സൂം ചെയ്യുന്നതിന്റെ പ്രശ്നം ഉണ്ടാവും. കാരണം നമുക്ക് ഈ അല്ലും തൻവീനൊന്ന് ശരിക്കും സൂം ചെയ്താലേ കാണുള്ളൂ. അപ്പം ഡെഫിനറ്റ് ആവണമെങ്കിൽ അൽ വേണം, തൻവീൻ ഉണ്ടാവാൻ പാടില്ല അല്ലേ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തേൽ തൻവീൻ ഉണ്ട്, രണ്ടാമത്തേൽ അല്ലില്ല, മൂന്നാമത്തേൽ അൽ ഇല്ല, ഇതിൽ തൻവീനും ഉണ്ട് അല്ലും ഉണ്ട് അത്തുല്ലാബിയില്. അപ്പം അതാണ് കറക്റ്റ്. മുദരിസൂനയിലും അൽ ഇല്ല, അപ്പം അതുമല്ല. ഫൈൻ. ഇനി അടുത്തത്, ഈ വാചകം ശരിയാണോ, എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാം അല്ലെ. അൻതി മുഹമ്മദുൻ വഖാലിദുൻ ഫിൽ ബൈത്തി. അൻതി മുഹമ്മദുൻ, അൻതിന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ ഒരു വായുടെ കുറവുണ്ട് അല്ലെ. അപ്പോഴേ മൂന്നാളായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അൻതി വ മുഹമ്മദുൻ വ ഖാലിദുൻ എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ ഇത് തെറ്റാണ് ഈ സെന്റൻസ്. അടുത്തത്, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടുപിടിക്കാനാണ്. കിതാബുൻ, അൽ ഫസ്ലു, മുദരിസൂന, അൽ ബൈത്ത, തുല്ലാബുൻ. ഇത് എന്തിന്റെ ബേസിലാണ് കൂട്ടത്തിൽ ചേരാത്തതെന്ന് മനസ്സിലാവാത്ത ചിലര് ഉണ്ട്. എനിക്ക് തോന്നുന്നു പ്ലൂറലാന്ന് വിചാരിച്ചിട്ട് മുദരിസൂന ക്ലിക്ക് ചെയ്തവരുണ്ട്. ബട്ട് തുല്ലാബുൻ പ്ലൂറലാണ്. അതുകൊണ്ട് പ്ലൂറൽ അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താണ്, മൻസൂബായിട്ടുള്ള വാക്കാണ്. കാരണം കിതാബുൻ എന്താണ്, മർഫു ആണ്, ഫസ്ലു മർഫു ആണ്, മുദരിസൂന മർഫു ആണ്, തുല്ലാബുൻ മർഫു ആണ്. ഇവിടെ അൽ ബൈത്ത മാത്രമേ മൻസൂബുള്ളൂ. അങ്ങനെ കൂട്ടത്തിൽ ചേരാത്തതാവുമ്പോൾ ബാക്കി 4 എണ്ണത്തിനും കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് വേണം നോക്കാൻ. ഇനി ശരിയായത് തിരഞ്ഞെടുക്കാം. ഇത് ക്വസ്റ്റ്യൻ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെ തന്നിട്ടുള്ള വാക്ക്, ഇപ്പം മിൻ, അന, ഇതൊക്കെ എന്ത് ടൈപ്പാണ്? നമ്മൾ ഇസ്മ ഫേല ഹർഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫേല നമ്മൾ നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഇസ്മും ഹർഫും അല്ലെ. അപ്പം ഇതിലെ അത് ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ മിൻ എന്ന് പറയുന്നത് ഇസ്മല്ല, ഹർഫാണ്. പിന്നെ അതിന്റെ ബാക്കി നോക്കണ്ട. ഇവിടെ ഇസ്മു മുഹമ്മദ് ഓക്കെ, ഹർഫ് ഐന അത് തെറ്റാണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് പഠിച്ചപ്പം ക്വസ്റ്റ്യന് ഹർഫും ഉണ്ട് ഇസ്മും ഉണ്ട് എന്ന് പറയുന്നു, ഇസ്തിഫ്ഹാം എന്ന് പറഞ്ഞിട്ടല്ലേ. അതിൽ ഐന എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇസ്മാണ്, ഹൽ ആണ് ക്വസ്റ്റ്യൻ ഹർഫ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അന ഇസ്മാണ്, ഹർഫ ഫി ഹർഫാണ്. അപ്പം ഇതാണ് കറക്റ്റ്. നെക്സ്റ്റ്, ഹൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഇസ്മും ഉണ്ട്, ക്വസ്റ്റ്യന് ഹർഫും ഉണ്ട്. ഹൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്ന ഹർഫാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ബാക്കി നമ്മൾ നോക്കുന്നില്ല. ഇവിടെ ഇസ്മു നഹ്നു ഓക്കെ, ഹർഫ് ഹുവ. ഹുവ ഹർഫല്ല, കാരണം പ്രൊനൗൺസ് ദമീറുകളൊക്കെ എന്താണ്, ഇസ്മാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് എന്ന് പറയുന്നത് സി ആണ്, അന ഇസ്മ ഫി ഹർഫ്.
നമുക്ക് അത്രയും ക്ലാരിറ്റി വേണം ഓരോന്നും എന്ത് ടൈപ്പ് ആണ് എന്നുള്ളത്. അപ്പോഴേ നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ആൾക്കാർക്ക് തെറ്റിപ്പോയിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ ഒക്കെ മാഷാഅല്ലാഹ് ഇപ്പം എല്ലാവരും പക്കായിട്ട് ചെയ്യുന്നുണ്ട്, ആർക്കും അങ്ങനെ തെറ്റുന്നേ ഇല്ല. അൽ മുദർരിസൂന മിനൽ മദ്രസത്തി ഫി അംരിക്ക. അപ്പം ഈ ഓരോ സെന്റൻസിലും എന്താ തെറ്റ് നോക്കാം. അൽ മുദർരിസൂന അധ്യാപകർ ആണ്, ഇവിടെ അധ്യാപകൻ ആണ്, അപ്പൊ ഇത് തെറ്റാണ്. ആ അധ്യാപകർ, ഓക്കെ. മിനൽ മദ്രസത്തി മിൻ ഫി അംരിക്കയാണ്, ഇവിടെ ചൈനയാണ് പറഞ്ഞത്, അപ്പൊ അത് തെറ്റാണ്. അടുത്തത് അധ്യാപികമാർ, മുദരിസൂന പുല്ലിംഗ ബഹുവചനാണ്, അപ്പൊ ഇത് തെറ്റാണ്. അടുത്തത് അധ്യാപകർ അമേരിക്കയിലെ ആ സ്കൂളിൽ നിന്ന് ആണ്, ഇത് കറക്റ്റ് ആണ്. അടുത്തത് ആ അധ്യാപകർ അമേരിക്കയിലെ ഒരു സ്കൂളിൽ നിന്നാണ്. നമുക്ക് മിനൽ മദ്രസത്തിയാണ്, അതുകൊണ്ട് ഒരു സ്കൂൾ തെറ്റാണ്. ഓക്കെ, അപ്പം ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഇപ്പൊ എല്ലാവരും ഒരു റിവിഷൻ പോലെ എടുക്കട്ടോ, കാരണം ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വലിയൊരു ഗ്യാപ്പ് വന്നല്ലോ, അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക. ഇൻഷാല്ല നാളെ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ഇത് എന്തായിരുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ വരണ്ട. കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് പറയുമ്പോൾ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റും ഇൻഷാല്ല. അടുത്തത് ത്വാവിലാത്തുൻ ഫി ഫസ്ലി. ത്വാവിലാത്തുൻ എന്ന വാക്കിനെ യോജിച്ച ഒരു ദമീർ ഉപയോഗിച്ച് മാറ്റി എഴുതുക. ത്വാവിലാത്തുൻ അല്ലേ, സ്ത്രീലിംഗാണ്, ബഹുവചനാണ്, നോൺ ഹ്യൂമൻ ആണ്. നോൺ ഹ്യൂമൻ പ്ലൂരൽ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഒരൊറ്റ റൂളേ പഠിച്ചിട്ടുള്ളൂ, സ്ത്രീലിംഗ ഏകവചനം അല്ലേ. ഇതാണ്, വേറെ ഒന്നും അവിടെ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരാണെന്ന് വിശ്വസിച്ച് ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്, കാരണം നമ്മൾ അത്രയും റിവൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോൺ ഹ്യൂമൻ പ്ലൂരൽ വന്നാൽ സ്ത്രീലിംഗ ഏകവചനം ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അടുത്തത് ഖാലിദുൻ വ ആയിഷത്തു വ മുഹമ്മദുൻ മിൻ മിസ്രി. ഇതിലെ തെറ്റ് ഏത് വാക്കിൽ നിന്നാണ്? ഇത് സിമ്പിളാണ്, മാഷാഅല്ലാഹ് കുറെ ആൾക്കാർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഖാലിദുന് തെറ്റില്ല, ആയിഷത്തു തെറ്റില്ല, മുഹമ്മദും തെറ്റില്ല, മിൻ മിസ്രി ആണ് തെറ്റ്. കാരണം മിൻ വന്നു കഴിഞ്ഞാൽ മിസ് റോ ആണ്, കാരണം മിസ്രിന്റെ ഒരു സ്റ്റൈലല്ലേ, മിസ്രിനെ ഫീമെയിൽ പ്രോപ്പർ നൗൺ പോലെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അത് അതിന്റെ എന്താണ് ഹർഫ് ജർ അല്ലെങ്കിൽ മജ്റൂർ ആക്കുന്നത് അതിന് ഫത്ഹ ഇട്ടിട്ടാണ്. അടുത്തത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നിന്റെ സ്കൂൾ അവന്റെ നഗരത്തിൽ നിന്ന് ആണോ? ഇസ് യുവർ സ്കൂൾ ഇൻ ഹിസ് സിറ്റി? എന്താണ് ഇതിൽ ഓരോന്നിലുള്ള തെറ്റ് നോക്കാം. ഹൽ മദ്രസത്തു ഹു, നിന്റെ സ്കൂളാണ്. മദ്രസത്തു ഹു എന്ന് പറഞ്ഞാൽ അവന്റെ സ്കൂളാണ്, തെറ്റാണ്. ഇതൊക്കെ ശരിയാന്ന് എഴുതിയവരുണ്ട്. ഹലിൽ മദ്രസത്തു, അതെന്തായാലും തെറ്റാണ്, കാരണം നിന്റെ സ്കൂൾ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ മദ്രസത്തു എന്ന് പറഞ്ഞാൽ ഇത് സ്കൂളിൽ വരുന്നുള്ളൂ, അപ്പൊ അതും തെറ്റാണ്. മദ്രസത്തുക ഫി മദീനത്തിഹി, മദ്രസത്തുക ഫി മദീനത്തിഹി അത് ഓക്കെ ആയിരുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അതിനെ എടുക്കായിരുന്നു, പക്ഷെ ഇവിടെ കറക്റ്റ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തത് കൊണ്ട് അതും അല്ല. ഹൽ മദ്രസത്തുക ഫി മദീനത്തി ഹ, അത് മദീനത്തി ഹ ആണ്, അവളുടെ സിറ്റിയാണ്, അപ്പൊ അതും തെറ്റാണ്. ഹൽ മദ്രസത്തുക ഫി മദീനത്തി ഹി, അവന്റെ സിറ്റി അല്ലേ, നിന്റെ സ്കൂൾ അവന്റെ സിറ്റിയിലാണോ? ഈ ഒരു ക്വസ്റ്റ്യന് ആദ്യം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആ മിസ്റ്റേക്കിൽ അറ്റംപ്റ്റ് ചെയ്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ആൾക്ക് ഞാൻ ഒരു മാർക്ക് കൂട്ടിയിട്ടിട്ടുണ്ട്, പിന്നീട് അത് കറക്റ്റ് ചെയ്തതാണ്. ഫി പ്ലസ് ഹുന്ന, ഫി പ്ലസ് ഹുന്ന എന്നും വേറെ ഒന്നും തെറ്റിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്പെഷ്യലായിട്ട് ഫീന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫി പ്ലസ് ഹിയ ഫിഹ, ഫി പ്ലസ് ഹുവ ഫീഹി, ഫി പ്ലസ് ഹും ഫീഹിം, ഫി പ്ലസ് ഹുന്ന ഫീഹിന്ന. ഓക്കെ, അതൊക്കെ ബൈഹാർട്ട് തന്നെ ഉണ്ടായിരിക്കണം, വേറെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ തെറ്റിപ്പോവുകയോ ചെയ്യരുത്, കാരണം എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു സംശയം ഈ കാര്യത്തിൽ വരാനേ പാടില്ല. ഓക്കെ,
അപ്പൊ അൽഹംദുലില്ലാ അത്രയാണ് നമ്മള് പാർട്ട് 1. മാഷാഅല്ലാ പാർട്ട് 1ന്റെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒരുവിധം എല്ലാവരും തന്നെ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്ക് തെറ്റിയത് എനിക്ക് തോന്നുന്നു. കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. പിന്നെ തീരെ റിവൈസ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടും എഴുതിയ ആൾക്കാരുണ്ട്. പല പ്രശ്നങ്ങൾ കാരണം റിവിഷൻ നടത്താൻ പറ്റിയില്ല, പക്ഷെ എഴുതിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും ഒന്ന് സമയം കിട്ടുമ്പം ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിക്കുക. അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നത്. നമ്മൾക്ക് ആ ഒരു പഴയതൊക്കെ മറന്നുപോയി ക്ലാരിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ഭയങ്കര പ്രയാസമാണ്, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒന്നൊന്ന് ഒരിത്തിരി സമയം എടുത്തൊന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ. ഓക്കെ, ഇൻഷാ അല്ലാ. അടുത്ത നമുക്ക് 2 നോക്കാം. ടെസ്റ്റ് 2ന്റെ ക്വസ്റ്റ്യൻസ്. ടെസ്റ്റ് 2ന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഭയങ്കര ഹെവി ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ ഓൾറെഡി പല ടെസ്റ്റുകളിലും ചോദിച്ച അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മാത്രമല്ല ലെസൺ 4 ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നില്ല. ലെസൺ 4ലെ ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ 5ന്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം ലെസൺ 4 എല്ലാവർക്കും വലിയൊരു ഗ്യാപ്പ് വന്നു പോയിട്ടുണ്ട്. എക്സസൈസ് എഴുതുന്നത് ലേറ്റ് ആയിട്ടും എക്സസൈസസ് ഉള്ളത് കൊണ്ട് ടെസ്റ്റുകൾ ഇല്ലാഞ്ഞിട്ടും എല്ലാം കൂടെ മൊത്തത്തിലൊരു കുഴപ്പം കാണുന്നുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പം ഇതിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറബിക് ട്രാൻസ്ലേഷൻ ആണ്. ആദ്യ ഫീമെയിൽ ബുക്സ്, അതായത് ഫീമെയിൽസിന്റെ ബുക്സ് ഓൺ എ ടേബിൾ ഇൻ ഹിസ് ഹൗസ്, അവരുടെ അതായത് ആ സ്ത്രീകളുടെ പുസ്തകങ്ങൾ അവന്റെ വീട്ടിലെ ഒരു മേശയുടെ മേലെ ആണോ? ഓരോന്നും നോക്കാം എന്താണ് തെറ്റ് എന്താ ശരി എന്നുള്ളത്. ഐന കുത്തുബുഹു, ഫീമെയിൽ ആയതുകൊണ്ട്, അവരുടെ എന്ന് പറയുന്നത് ഫീമെയിൽ ആയതുകൊണ്ട് അത് തെറ്റാണ്. പിന്നെ ഐന അല്ല അല്ലെ, ആണോ എന്നാണ് ചോദ്യം, അതുകൊണ്ട് ഐനയല്ല. ഹൽ കുത്തുബുഹുന്ന അലത്തോവിലെത്തി ഫി ബൈത്തി ഹാ, അവന്റെ വീട്ടിൽ എന്നാണ് ചോദിച്ചത്, അത് തെറ്റാണ്. ഹൽ കുത്തുബുഹുന്ന ഫി ത്വാവിലെത്തി, അലത്വാവിലെത്തിയാണ് വേണ്ടത്, മേശയുടെ മേലെ എന്നാണ് ചോദിച്ചത്. ഹൽ കുത്തുബുഹുന്ന അലാത്തോവിലാത്തിൻ തെറ്റാണ്, ഒരു മേശയാണ്. ഹൽ കുത്തുബുഹുന്ന അലാത്വാവിലത്തിൻ ഒരു മേശയാണ്. ഫി ബൈത്തി ഹി, അവന്റെ വീട്ടിൽ. ഓക്കെ, അപ്പം ഇതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്തത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ഹൽ കിതാബുകൽ ഖദീമു ഫി യദിഹ, ഹൽ അല്ലെ ആണോ, കിതാബുക നിന്റെ ബുക്ക്, അൽ ഖദീം ഓൾഡ്, ഫി യദിഹ അവളുടെ കയ്യിലാണോ? അപ്പൊ ഫസ്റ്റ് ആൻസർ ഈസ് ദ ഓൾഡ് ബുക്ക് ഇൻ ഹർ ഹാൻഡ് എന്നാണ്. അപ്പം അവിടെ കാ മിസ്സാണ്, യുവർ എന്നുള്ള പാർട്ട് മിസ്സാണ്. ഇനി ഈസ് യുവർ ഓൾഡ് ബുക്ക് ഇൻ ഹിസ് ഹാൻഡ് ആണ്. നമ്മുടെ ഫിയദി ഹ ആണ്, അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഈസ് യുവർ ഓൾഡ് ബുക്ക് ഇൻ ഹർ ഹാൻഡ്, അത് കറക്റ്റ് ആണ്. അത് നിന്റെ പഴയ പുസ്തകം അവളുടെ കയ്യിൽ ആണോ? ഹൽ കിതാബുക അൽ ഖദീമു ഫി യദിഹ. ഫൈൻ. അടുത്തത് ഇസ് മൈ ഓൾഡ് ബുക്ക്, കിതാബുക ആണ്, അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ്. കിതാബി ആണെങ്കിലാണ് മൈ ഓൾഡ് ബുക്ക്. ഇസ് മൈ ഓൾഡ് ബുക്സ് കുത്തുബുക്ക് ആണെങ്കിലാണ് അത് കറക്റ്റ് ആവുള്ളൂ, അപ്പൊ അതും തെറ്റാണ്. ഇനി അടുത്തത് അറബിക് ട്രാൻസ്ലേഷൻ തന്നെയാണ്. ദ സ്മോൾ ഹൗസസ് ആർ ഇൻ എ വെരി ലാർജ് സിറ്റി, ആ ചെറിയ വീടുകൾ ഒരു വളരെ വലിയ പട്ടണത്തിൽ ആണ്. എന്താണ് ഓരോന്നിന്റെയും നോക്കാം. ചെറിയ വീടുകൾ ആണ് അല്ലെ, അപ്പം അൽ ബൈത്തു എന്നുള്ളത് തെറ്റാണ്. അൽ ബുയൂത്തു ഓക്കെയാണ്. അസ്സഗീറത്തു ഓക്കെയാണ്, കാരണം നോൺ ഹ്യൂമൻ പ്ലൂറൽ വരുമ്പോൾ ഫീമെയിൽ സിംഗുലർ ആണ് ഇത് വരെ സിഫ വരെ അല്ലെ. ഫി മദീനത്തിൻ ഒരു പട്ടണത്തിൽ, കബീറത്തിൻ വലിയ, ജിദ്ദൻ വളരെ. അപ്പം അതാണ് കറക്റ്റ് ആൻസർ. അൽ ബുയൂത്തു സഗീറത്തു ഫി മദീനത്തിൻ കബീറത്തിൻ ജിദ്ദൻ. അടുത്തതിൽ എന്താ മിസ്റ്റേക്ക് നോക്കാം. ബുയൂത്തു സഗീറത്തു അല്ലില്ല അല്ലെ,
ദ ആണ്, അല്ലെങ്കിൽ ആ ചെറിയ വീടുകൾ എന്നാ പറഞ്ഞത്, അതുകൊണ്ട് അത് തെറ്റാണ്. അൽ ബുയൂത്തു സഗീറൂന, സഗീറൂന ആവൂല, സഗീറത്തുനാണ്. അൽ ബുയൂത്തുൽ കബീറത്തു, അതും തെറ്റാണ്, ചെറുത് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് 4-മത്തത്. ഹലിത്തു അവിലാത്തുൽ ജദീദത്തു മിൻ ബൈത്തിഹി ഖദീമുൻ. ഈ വാചകം ശരിയോ തെറ്റോ? ശരിയാണ്, തെറ്റാണെങ്കിൽ എന്തുകൊണ്ടെന്നും കൂടെ പറയണം. ഇത് കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്, ശരിയാക്കി അത്ര തന്നെ ആൾക്കാർ ഇത് തെറ്റിച്ചിട്ടുമുണ്ട്. കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. എന്തായാലും അലി തോവിലാത്തുൽ ജദീദത്തു ഫൈൻ. തോവിലാത്ത് നോൺ ഹ്യൂമൻ പ്ലൂറൽ ആണ്, അതുകൊണ്ട് സിംഗുലർ എന്താണ് ഫെമിനിൻ സിഫ, അത് ഫൈൻ. ഹലി തോവിലാത്തുൽ ജദീദത്തു. മിൻ ഓക്കെ. ബൈത്തിഹി അതും കുഴപ്പമൊന്നുമില്ല, അവന്റെ വീട്ടിൽ നിന്ന്. ഖദീമുൻ മിൻ ബൈത്തിഹി ഖദീമി. ബൈത്തിഹി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കൊടുക്കുന്ന വിശേഷണത്തിന് അൽ വേണം. കാരണം ബൈത്തിഹി എന്ന് പറഞ്ഞാൽ അവന്റെ വീട് എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനിറ്റ് ആണ്, മാരിഫയാണ്, അത് ഇന്നതാണ് നമുക്കറിയാം അല്ലെ. അതായത് ഒരു നാമത്തിനോട് അതിന്റെ കൂടെ അറ്റാച്ച്ഡ് പ്രൊനൗൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ വിശേഷണത്തിന് എപ്പോഴും അൽ വേണം. ഇവിടെ അൽ മിസ്സിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. കുറേ ആൾക്കാർ ഇത് ശരിയാന്ന് പറഞ്ഞിട്ടുണ്ട്, കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതാണ് വേറെ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അൽ മുദർരിസൂനൽ ജുദുദു മിനൽ മദ്രസത്തിൽ കബീറത്തി മിൻ. അതിനുശേഷം ഒരു രാജ്യത്തിന്റെ പേര് കൂട്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, അത് നമുക്ക് ശരിക്കും മനസ്സിലാവണം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, എന്നാലേ അത് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ മിൻ വന്നു കഴിയുമ്പോൾ ഓരോ കൺട്രീന്റെ പേരിനും പല റൂളുകളുണ്ട് അല്ലെ. അൽ പാകിസ്ഥാന എന്ന് പറഞ്ഞാൽ തെറ്റാണ്, കാരണം മിന അൽ പാകിസ്ഥാൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പാകിസ്ഥാനി എന്നാണ് വരേണ്ടത്. ഇനി വെറും പാകിസ്ഥാൻ, പാകിസ്ഥാന് 2 ടൈപ്പ് യൂസേജസ് ഉണ്ട്, അൽ പാകിസ്ഥാനും ഉണ്ട്, വെറും പാകിസ്ഥാനും ഉണ്ട്. അപ്പം അൽ പാകിസ്ഥാൻ ആണെങ്കിൽ മിനൽ പാകിസ്ഥാനി എന്ന് വരും, വെറും പാകിസ്ഥാൻ ആണെങ്കിൽ മിൻ പാകിസ്ഥാന എന്ന് വരും. അപ്പം ഇവിടെ ഇതും തെറ്റാണ്. മക്കത്തി തെറ്റാണ്, കാരണം മക്ക എന്നുള്ള വാക്ക് ഫീമെയിൽ പ്രോപ്പർ നൗൺ പോലെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് മക്കത്ത എന്നാ വരുള്ളൂ. പിന്നെ അൽ ഇറാഖു, അതും തെറ്റാണ്, കാരണം മിൻ വന്നതുകൊണ്ട് ഇറാഖി എന്ന് വരണം. ലുബ്നാന, അതാണ് കറക്റ്റ് ഉള്ളൂ. ഇത് തെറ്റിയവരൊക്കെ ആദ്യത്തെ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെന്ന് വിചാരിക്കുകയാണ്. ആണെങ്കിലും അല്ലെങ്കിലും മുമ്പോട്ട് പോകുമ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇൻഷാ അല്ലാഹ്. അടുത്തത് ഇന്നൽ മദീനത്തൽ ഖദീമത ലസഗീറത്തുൻ. ഈ വാചകത്തിലെ തെറ്റ്. ഇതിലും ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് അറിയില്ല. നമ്മൾ ഇതിന്റെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന വരുമ്പോൾ ഇന്നയുടെ ഇസ്മ എന്താണ്? മൻസൂബായിരിക്കണം. ഒരു വാക്ക് മാരിഫയും, അതായത് ഡെഫിനറ്റ് മൻസൂബും ആണെങ്കിൽ അതിന്റെ വിശേഷണം മൻസൂബ് തന്നെ, മാരിഫ തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ സഗീറത്തുൻ എന്ന് നമ്മൾ എഴുതുന്നത്, അതായത് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന സഗീറത്തുന് ഒരു ലാ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ മാറ്റമൊന്നും വരുന്നില്ല. നമ്മൾ കുറേ ഉദാഹരണങ്ങൾ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അതിന്റെ ഖബറിന് മാറ്റമൊന്നും വരൂല, മുബ്തദന് മാത്രമേ മാറ്റം വരുള്ളൂ ഇന്ന വന്നു കഴിഞ്ഞാൽ. അപ്പം ഇന്നൽ മദീനത്തുൽ ഖദീമത ലസഗീറത്തുൻ എന്ന് പറയുന്നത് കറക്റ്റ് സെന്റൻസ് ആണ്, ഇതിനകത്ത് തെറ്റൊന്നുമില്ല. 14 ആളുകളാണ് ഇത് തെറ്റിച്ചത്, 10 ആൾക്കാരെ കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. ഇനി മാച്ച് ദ ഫോളോയിങ്. മാച്ച് ദ ഫോളോയിങ്ങിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് ഞാൻ പോണില്ല, നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഖലമുൻ ഖദീമുൻ, ഒരു പഴയ പേന അല്ലെ. ഒരു പഴയ പേന എന്ന് പറയുന്നത് ഫ്രീസ് ആണ്. അൽ ഖലമു സഗീറു, ദ ഓൾഡ് പെൻ, അല്ലെങ്കിൽ ആ പഴയ പേന ഫ്രീസ് ആണ്. അൽ ഖലമു ജദീദുൻ, ദ പെൻ ഇസ് ന്യൂ, ആ പേന പുതിയതാണ്. അവിടെയാണ് കംപ്ലീറ്റ് സെന്റൻസ് വരുന്നുള്ളൂ. ഖലമുൻ എന്ന് പറഞ്ഞ വാക്ക്. അലൽ ഖലമിൽ കബീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വലിയ പേനയുടെ മേലെ, അതും എന്താണ്? ഫ്രേസ് ആണ്, കംപ്ലീറ്റ് സെന്റൻസ് ആവുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് അൽ ഖലമു ജദീദുൻ മാത്രമാണ്. നമ്മളൊരു സെഷൻ തന്നെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണത്, അതുകൊണ്ട്
മനസ്സിലാവാത്തവർക്ക് എന്തായാലും ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് അൽ മുദരിസൂന ഡാഷ് ഇൽ മദീനത്തി. ആ ഡാഷിന് കറക്റ്റ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കിഫൂന എന്ന് പറയുമ്പോൾ ഫ്രെയിം ചെയ്ത് വാക്ക് ഓക്കെയാണ്, ഐ മീൻ വാക്കിന്റെ ഫ്രെയിമിങ് ഓക്കെയാണ്, ഫോമാറ്റ് ഓക്കെയാണ്. പക്ഷെ വാക്ക് എന്താണ്, ദ ടീച്ചേഴ്സ് ടു ദ സിറ്റി എന്നാണ് പറയുന്നത് അല്ലെ. അധ്യാപകർ സിറ്റിയിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പം നിൽക്കുന്നവർ എന്ന് പറയുമ്പോൾ അർത്ഥം കംപ്ലീറ്റ് ആവൂല. ദാഹിബുൻ അർത്ഥം ഓക്കെയാണ്, പോകുന്നു എന്നൊക്കെ പറയാണ്. പക്ഷേ അധ്യാപകർ ആയതുകൊണ്ട് ദാഹിബൂന വേണം. ദാഹിബീന വരാൻ അവിടെ ഒരു കാരണവുമില്ല, ഇന്നയൊന്നും ഇല്ല, അതുകൊണ്ട് അതുമല്ല. ദാഹിബൂനയാണ് കറക്റ്റ്. ജാലിസിനും തെറ്റാണ്, ഇരിക്കാന്ന് പറഞ്ഞതുകൊണ്ടും തെറ്റാണ്, പ്ലസ് അതിന് വാവ്നോന് ഇല്ലതാനും. ഓക്കെ, ഇനി അടുത്തത് ഇസ് ആയിഷ സിറ്റിംഗ് ഓൺ ദ ബിഗ് സ്കൂൾ ചെയർ. ആയിഷ ആ വലിയ സ്കൂൾ കസേരയിൽ ഇരിക്കുന്നവൾ ആണോ? അറബിക് ട്രാൻസ്ലേഷൻ ആണ്. അൽ ആയിഷത്തു ജാലിസത്തുൻ ഇല കുർസി അല്ലെ. അല ആണ് കസേരയുടെ മേൽ, അപ്പൊ അത് തെറ്റാണ്. ഹൽ ആയിഷത്തു ജാലിസുൻ. ആയിഷത്തു വരുമ്പം ജാലിസുൻ പറ്റൂല, ജാലിസത്തുൻ വേണം. ഹൽ ആയിഷത്തു ജാലിസത്തുൻ അല കുർസിയിൻ. കുർസി മദ്രസി കബീരി അല്ലെ. ഇവിടെ പക്ഷെ ആ വലിയ എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇവിടെയൊക്കെ അല്ലിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇതും തെറ്റാണ്. ഹൽ ആയിഷത്തു ജാലിസത്തു അലൽ കുർസിയിൽ മദ്രസിയിൽ കബീരി, അത് കറക്റ്റ് ആണ്. അടുത്തത് ഹൽ ആയിഷത്തു വാഖിഫത്തുൻ. സോറി, ഇരിക്കുന്ന കാര്യമാണ് ചോദിച്ചത്, അപ്പൊ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പൊ അത് തെറ്റാണ്. അടുത്തത് അറബിക് ട്രാൻസ്ലേഷൻ തന്നെയാണ്. certainly Fatima is an American student coming from the new city. നിശ്ചയമായും ഫാത്തിമ ആ പുതിയ പട്ടണത്തിൽ നിന്ന് വരുന്ന ഒരു അമേരിക്കൻ വിദ്യാർത്ഥിനി ആണ്. നിശ്ചയമായും ഇന്ന. ഓക്കെ, ഫാത്തിമത താലിബത്തുൻ അംരിക്കിയത്തുൻ ഖാദിമത്തുൻ കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ ഞാൻ സൂം ചെയ്യാണ്. മിനൽ മദീനത്തിൽ ജദീദത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലും ഇന്നും കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ഇത് ചിലപ്പം സൂം ചെയ്തിട്ട് മിസ്സായവർക്കായിരിക്കും തെറ്റിയിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ ഇല്ലാണ്ട് ആൾക്കാർ തെറ്റിച്ചിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നു, ട്രാൻസ്ലേഷനൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാം നോക്കണം. അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണം കറക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നിൽ എന്തെങ്കിലും തെറ്റാവാനുള്ള ഒരു റീസൺ ഉണ്ടാവും, അപ്പൊ അതൊന്നും കൂടെ നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് ഇന്ന ഫാത്തിമത്ത താലിബത്തുൻ അംരിക്കിയത്തുൻ ഖാദിമത്തുൻ മിൻ മദീനത്തിൻ ജദീദത്തിൻ. മിൻ മദീനത്തിൻ ജദീദത്തിൻ പറ്റൂല, കാരണം ആ പുതിയ പട്ടണമാണ് അല്ലെ, അപ്പം അതും തെറ്റാണ്, അല്ലില്ലാത്തത് കൊണ്ട്. ഇവിടെ തൻവീന് അല്ലും കൂടെ വന്നതുകൊണ്ട്. അടുത്തത് ഇന്ന ഫാത്തിമത്ത താലിബത്തൻ. താലിബത്തിന് അത് തന്നെ ആവാൻ വേണ്ടി റീസൺ ഒന്നുമില്ല, കാരണം ഇന്ന ഫാത്തിമത്ത എന്ന് പറയുന്നത് ഇന്നയുടെ ഇസ്മാണ്, മുബ്തദ ആണ്. താലിബത്തൻ എന്ന് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് അതിന്റെ ഖബറാണ്, അപ്പൊ താലിബത്തുൻ എന്നാണ് വരേണ്ടത്, അത് തെറ്റാണ്. ഇന്ന ഫാത്തിമത്ത താലിബത്തുൻ അമരിക്കിയത്തുൻ ഖാദിമൻ. ഖാദിമൻ വരൂല, ഖാദിമത്തുൻ ആണ് വരേണ്ടത്. അപ്പം കറക്റ്റ് ആൻസർ ഇതാണ്. ഇന്ന ഫാത്തിമത്ത താലിബത്തുൻ അംരിക്കിയത്തുൻ ഖാദിമത്തുൻ മിനൽ മദീനത്തിൽ ജദീദത്തി. അടുത്തത് കിതാബുൽ മുദർരിസി അൽ ജദീദു ഫി ബൈത്തി താലിബത്തി അൽ ഖദീമി അൽ ജമീലത്തി. ഓക്കെ, കിതാബുൽ മുദർരിസിൽ ജദീദു ഫി ബൈത്തി താലിബത്തി അൽ ഖദീമിൽ ജമീലത്തി. ഓക്കെ, ഇത് നമ്മൾ വിശേഷണം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇദാഫയുടെ വിശേഷണം പറയുമ്പം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നോക്കാം. ഒന്ന്, മെയിൽ ഫീമെയിൽ ആണോ നോക്കാം, പിന്നെ അതിന്റെ ഇറാബ് വെച്ചിട്ട് നോക്കാം, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് വെച്ചിട്ട് നോക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വിശേഷണം ഏതിന്റെ ആണ്, ഇത് മുദാഫിന്റെ ആണോ മുലാഫ് ഇലൈഹിന്റെ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ കിതാബുൽ മുദരിസി എന്താണ്, അധ്യാപകരുടെ
എന്താണ്? അധ്യാപകന്റെ പുസ്തകം. അൽ ജദീദു, അൽ ജദീദു എന്ന് വന്നതുകൊണ്ട് ഈ ജദീദുവിന്റെ ഇഅ്റാബ് മർഫൂ ആയതുകൊണ്ട് ഇത് കിതാബുന്റെ വിശേഷണമാണ്. ഓക്കെ, കാരണം മുദരിസി എന്നുള്ളത് മജ്റൂറാണ് അല്ലെ. അപ്പം ജദീദു എന്ന് പറയുന്നത് കിതാബുവിന്റെ വിശേഷണമാണ്. ഫി ബൈത്തി ത്വാലിബത്തി, എന്താണ്? വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ. അപ്പം അൽ ഖദീമും അൽ ജമീലയും ആരുടെ വിശേഷണാണെന്ന് എങ്ങനെ തീരുമാനിക്കുക? ബൈത്ത് പുല്ലിംഗാണ്, ഖദീം പുല്ലിംഗാണ്. അപ്പം ഇത് ഇതിന്റെ വിശേഷണാണ്. അപ്പം ഓൾഡ് ഹൗസ് ആണ്. ത്വാലിബത്തിയും ജമീലത്തിയും സ്ത്രീലിംഗാണ്. അപ്പൊ ഇത് ഇതിന്റെ വിശേഷണാണ്. അപ്പം എന്താ? ന്യൂ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ. അപ്പം ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പോയിട്ട് കാര്യമുള്ളൂ. എന്നാലും മാഷാ അല്ലാഹ് കുറെ ആളുകൾ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, തെറ്റൊന്നുമില്ല. അപ്പം ടീച്ചേഴ്സ് ന്യൂ ബുക്ക്, നമുക്കറിയാം മുദാഫ് ഇലൈഹി എഴുതുമ്പം അതിന്റെ രണ്ടാമത്തെ വാക്ക്, അതായത് മുദാഫ് ഇലേഹി അൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഇദാഫ മൊത്തത്തില് അല്ലാണെന്ന്. ഇവിടെ അൽ മുദരിസി ഉണ്ടെന്നുള്ളതിന്റെ അർത്ഥം ദ ടീച്ചേഴ്സ് ബുക്ക് എന്നാണ്. ടീച്ചേഴ്സ് ബുക്ക് എന്ന് പറയൂല. അപ്പം കിതാബുൽ മുദരിസി എന്ന് പറയുമ്പം എന്താണ്? ടീച്ചേഴ്സ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ദ ടീച്ചേഴ്സ് ന്യൂ ബുക്ക്, ഓക്കെ, ഈസ് ദ ന്യൂ ഹൗസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻറ്. ഇവിടെ ഇൻ ഇല്ല, പിന്നെ ബാക്കി നമ്മൾ നോക്കണ്ട. അടുത്തത് എ ടീച്ചേഴ്സ് ന്യൂ ബുക്ക്, നമ്മൾ പറഞ്ഞു ദ ആണെന്ന്, അത് തെറ്റാണ്. അടുത്തത് ദ ടീച്ചേഴ്സ് ന്യൂ ബുക്ക് ഈസ് ഇൻ ദ ഓൾഡ് ഹൗസ്, നമ്മൾ പറഞ്ഞു ഖദീം വീടിന്റെ വിശേഷനാണ്. ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻറ്, ആ അധ്യാപകന്റെ പുതിയ പുസ്തകം. ഓക്കെ, പുസ്തകത്തിനാണ് വിശേഷണം പുതിയതുള്ളത്. ആ ഭംഗിയുള്ള വിദ്യാർത്ഥിനിയുടെ പഴയ വീട്ടിൽ ആണ്. ഓക്കെ, അപ്പം അത് കറക്റ്റ് ആണ്. അടുത്തത് ദ ന്യൂ ടീച്ചേഴ്സ് ബുക്ക്, ഇവിടെ ടീച്ചർക്കല്ല വിശേഷണം ന്യൂ പറഞ്ഞിട്ടുള്ളത്, ബുക്കിനാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്തത് ടീച്ചേഴ്സ് ന്യൂ ബുക്ക് ഈസ് ആൻ ഓൾഡ് ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻറ്. ഇവിടുത്തെ ഇന്ന മിസ്സിംഗ് ആയിരിക്കും കേട്ടോ. ഓൾഡ് ഹൗസ് ഓഫ് എ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻറ്, അപ്പൊ ഇതും തെറ്റാണ്. അടുത്തത് ഇന്ന ത്വാലിബാത്തിൽ ജദീദാത്തി ഖാദിമാത്തുൻ ഇലൽ മദീനത്തിൽ മുദരിസത്തി സായിറത്തി. ഈ സെന്റൻസിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഇത്ര അധികം ആൾക്കാർ തെറ്റിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേറെ ഇല്ല. 9, 8, 17, 5, 22 ആൾക്കാർ ഇത് തെറ്റിച്ചിട്ടുണ്ട്. 2 ആൾക്കാരെ ഇത് കറക്റ്റ് ആക്കിയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ഇതിനകത്തുള്ള തെറ്റ്? ഇന്ന ത്വാലിബാത്തി കുഴപ്പമൊന്നുമില്ല, കാരണം ഇന്ന വരുമ്പോൾ മൻസൂബ് വരണം. ത്വാലിബാത്ത് അലിഫ് താന്റെ മൻസൂബ് ഫോം നമ്മൾ പറഞ്ഞു, താലിബാത്ത വരൂല, ത്വാലിബാത്തി ആണ് കറക്റ്റ് എന്ന്. ത്വാലിബാത്തി ഇത് ഈ ഓപ്ഷൻ എഴുതിയവരുണ്ട്, ഇതല്ല, കാരണം ഇന്ന ത്വാലിബാത്തി കറക്റ്റ് ആണ്. ഇനി അടുത്തത് ത്വാലിബാത്തിൽ ജദീദാത്തി. ഇന്ന വരുമ്പം ത്വാലിബാത്തി കറക്റ്റ് ആണെങ്കിൽ ത്വാലിബാത്തിന്റെ വിശേഷണം ജദീദാത്തി, അതും കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇന്ന ത്വാലിബാത്തിൽ ജദീദാത്തി. ഖാദിമാത്തുൻ, അവർ വരുന്നവരാണ്. അപ്പം ഫീമെയിൽ പ്ലൂറൽ ആയതുകൊണ്ട് ഖാദിമാത്തിനും തെറ്റൊന്നുമില്ല. ഇത് ചിലപ്പം ചിലര് അർത്ഥം വെച്ചിട്ട് ഇത് തെറ്റിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പോകുന്നവർ എന്നല്ലേ പറയാ എന്നുള്ളത് ഇല വന്നത് കൊണ്ട്. വരുന്നവർ എന്ന് പറയുന്നതിനും കുഴപ്പമൊന്നുമില്ല, പട്ടണത്തിലേക്ക് വരുന്നവരാണ്. നമ്മളിപ്പം മലയാളത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട് വരുന്നവരെ വരുന്നവർ എന്നല്ലേ പറയാ, പോകുന്നവർ എന്നല്ലല്ലോ പറയാം. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് പോകുന്നവരും വരുന്നവരും തീരുമാനിക്കുന്നത്. അപ്പൊ ആദിമാത്തിനും തെറ്റൊന്നുമില്ല. ഇലൽ മദീനത്തി, അടുത്തത് വന്നത് മദീനത്തിൽ മുദരിസത്തി എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പലർക്കും മിസ്സായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മദീനത്തിൽ മുദരിസത്തി എന്ന് പറയുന്നത് ഇദാഫ കൺസ്ട്രക്ഷൻ ആണ് അല്ലെ. ഇദാഫ കൺസ്ട്രക്ഷന് ആദ്യത്തെ വാക്ക് മുദാഫും രണ്ടാമത്തെ വാക്ക് മുദാഫിലേക്കും. മുദാഫിന് ഒരിക്കലും അൽ വരാൻ പാടില്ല. മദീനത്തിൽ മുദരിസത്തി ആണ് എന്ത് ഇദാഫ വരാം. അൽ മദീനത്തിൽ മുദരിസത്തി എന്ന് പറയുകയാണെങ്കിൽ
അത് തെറ്റാണ്. ഇലാഫയിൽ നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ രണ്ട് വാക്ക് അടുത്ത് വരുമ്പോൾ അതിൽ അൽ വരുന്നത് അത് സിഫ മൗസൂഫ് ആയിട്ടുള്ള കേസാണ്. ഇപ്പം അത്വാലിബാത്തിൽ ജദീദാത്ത്, ഇവിടെ ജദീദാത്ത് താലിബാത്തിന്റെ സിഫയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പക്ഷേ മദീനത്തിൽ മുദരിസത്തി എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ് അല്ലെ, എന്താണ് അധ്യാപികയുടെ സിറ്റി ആണെന്ന് ക്ലിയർ ആണ്. അപ്പം ഇത് ഇദാഫയാണ്, ഇദാഫയുടെ ഫസ്റ്റ് വാക്കിന് ഒരിക്കലും അൽ വരൂല. അപ്പം ഇതാണ് ആക്ച്വലി ഇവിടുത്തെ തെറ്റ്, ഈ വാചകത്തിലുള്ള തെറ്റ്. ഓക്കെ, ആ സഗീറത്തിക്കും കുഴപ്പമൊന്നുമില്ല, ഇവൻ സഗീറത്തി എഴുതിയവരും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇദാഫ കൺസിഡർ ചെയ്യുമ്പോൾ ഈ അസഗീറത്തി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇതിന്റെ വിശേഷണാവാം അല്ലെങ്കിൽ ഇതിന്റെ വിശേഷണാവാം. ഇവിടെ രണ്ടും എന്താണ്, ഫീമെയിൽ ആണ്, മദീനയും മദ്രസയും ഫീമെയിൽ ആണ്. അപ്പൊ ഇതിന് രണ്ടിനും ആപ്ലിക്കബിൾ ആവാം. ഇവിടെ രണ്ടും മജറൂറാണ്, ഇവിടെയും മജറൂറാണ്, അപ്പം ഇതിന് രണ്ടിനും ആപ്ലിക്കബിൾ ആവാം. അപ്പൊ ഇത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ടു ദ ന്യൂ ടീച്ചേഴ്സ് സിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ ടു ദ ടീച്ചേഴ്സ് ന്യൂ സിറ്റി എന്നും എഴുതാം. രണ്ടും കറക്റ്റ് ആണ്. സെന്റൻസിൽ മിസ്റ്റേക്ക് വരുന്നത് ഇവിടെ മാത്രമാണ്. ഓക്കെ, അടുത്തത് ബൈത്തുൻ ജമീലത്തുൻ ഫി മദീനത്തിൽ മുദരിസിൽ ഖദീമി. ബൈത്തുൻ ജമീലത്തുൻ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെന്റൻസ് ജംലത്തുൽ ഇസ്മിയ ഒരിക്കലും മാരിഫ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ. മാരിഫ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് പാർട്ടിനെ ഖബറിനെ ആദ്യം കൊണ്ടുവന്നിട്ട് മുബ്തദനെ അവസാനത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇത് ഫി മദീനത്തിൽ മുദരിസിൽ ഖദീമി ബൈത്തുൻ ജമീലത്തുൻ എഴുതിയാലേ ഈ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പം ഇത് തെറ്റാണ്. അടുത്തത് കിതാബ് മുഹമ്മദിൻ മിൻ ബൈത്തി ത്വാലിബത്തിൽ ജദീദി. ഇതിലെ വാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ വാക്കും ഏത് ടൈപ്പ് ആണെന്നുള്ളത്. ഇത് ചിലർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്നാലും മാഷാ അല്ലാഹ് കുറെ ആൾക്കാർ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്, തെറ്റൊന്നുമില്ല. അപ്പം ഇതിൽ ഓരോന്നിലും എന്താ നോക്കാം. മുഹമ്മദിൻ അല്ലെ, മുദാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കിതാബ് മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ ഇത് ഇലാഫയാണ്. ഇതിൽ കിതാബ് മുദാഫും മുഹമ്മദിൻ മുദാഫ് ഇലേഹിയും ആണ് അല്ലെ. അതുകൊണ്ട് ഇത് തെറ്റാണ്. മുഹമ്മദ് മുദാഫ് ഇലേഹിയാണ്. ബാക്കി നോക്കണ്ട. അൽ ജദീദി മൗസൂഫ് ഓക്കെ ആണ് അല്ലെ. അതായത് താലിബത്തിന്റെ വിശേഷണമാണ് അൽ ജദീദ്, അപ്പൊ അത് മൗസൂഫാന്നുള്ളതിന് കുഴപ്പമൊന്നുമില്ല. അത്വാലിബത്തി മുദാഫ്, ഇവിടെ മിൻ ബൈത്തി ത്വാലിബത്തി ആണ്, ഇവിടെ ബൈത്ത് മുദാഫും ത്വാലിബത്ത് മുദാഫ് ഇലേഹിയുമാണ്. അപ്പം ഇവിടെ ത്വാലിബത്തി മുദാഫ് എന്ന് പറയുന്നത് ഇത് തെറ്റാണ്. അടുത്തത് അൽ ജദീദി മൗസൂഫ് ഓക്കെ, അത്വാലിബത്തി മുദാഫ് ഇലേഹി ഓക്കെ, മിൻ ഹർഫ് ജറ. ഒരു മിനിറ്റ്, കറക്റ്റ് ആണല്ലോ. അൽ ജദീദി മൗസൂഫ് അടുത്തത് കിതാബു മുദാഫ് കിതാബ് മുദാഫ് ഓക്കെ, അത്വാലിബത്തി മുദാഫ് ഇലേഹി, അൽ ജദീദ് സിഫ ഓക്കെ. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഇവിടെ പറ്റിയ തെറ്റാണ്. അൽ ജദീദ് എന്ന് പറയുന്നത് മൗസൂഫ് അല്ല, സിഫയാണ്. അപ്പം ഇതാണ് കറക്റ്റ്. സോറി, എനിക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. അൽ ജദീദ് എന്ന് പറയുന്നത് സിഫയാണ്, മൗസൂഫ് അല്ല. ബാക്കി താലിബത്തും മിന്നും ഓക്കെയാണ്. ഇവിടെ അടുത്തത് കിതാബു എന്ന് പറയുന്നത് മുദാഫ്, അത്വാലിബത്ത് മുദാഫ് ഇലേഹി, അത് രണ്ടും നമ്മൾ നോക്കിയാണ്. കിതാബു മുഹമ്മദിൽ കിതാബു മുദാഫാണ്, പിന്നെ ബൈത്തി ത്വാലിബത്തിൽ അത്വാലിബത്തി മുദാഫ് ഇലേഹിയാണ്. അൽ ജദീദ് എന്ന് പറയുന്നത് സിഫ. അപ്പം അതാണ് കറക്റ്റ്. അടുത്തത് മുഹമ്മദ് മുദാഫ് ഇലേഹി ഫൈൻ, ബൈത്ത് മുദാഫ്, വീണ്ടും ബൈത്ത് സിഫ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബൈത്ത് ഇവിടെ സിഫയല്ല, മൗസൂഫ് ആണ് അല്ലെ. അപ്പം അതിന്റെ ആൻസർ ഡി ആണ്. അപ്പൊ അത്രയാണ് പാർട്ട് 2ന്റെ ക്വസ്റ്റ്യൻസ്. അൽഹംദുലില്ലാഹ്.
അപ്പൊ മനസ്സിലാവാത്തവർക്ക്, തെറ്റിപ്പോയവർക്കൊക്കെ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് സംഭവം മറന്നേ പോയിട്ടുണ്ടാവും എന്താ ആൻസർ എഴുതിയെന്ന്, കാരണം എക്സാം എഴുതിയിട്ട് കുറച്ചായല്ലോ അല്ലെ. എന്തായാലും ഇതൊരു ചെറിയ റിവിഷൻ ആക്കി എടുക്കുക. ഇൻഷാല്ലാ നാളെ നമുക്ക് പുതിയ ലെസണുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അള്ളാഹു എല്ലാവർക്കും എളുപ്പമാക്കട്ടെ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.